ഹരേ കൃഷ്ണ. ഇന്ന് 28ാമത്തെ ദശകമാണ് നമുക്ക് ഒന്ന് അർത്ഥവിചാരം ചെയ്തു നോക്കുവാനായിട്ടുള്ളത്. 27ാമത്തെ ദശകത്തിൽ നമ്മൾ ഭഗവാന്റെ കൂർമാവതാരം കണ്ടു, പാലാഴി മഥനം കണ്ടു, അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ കണ്ടു. ഓരോ ഘട്ടങ്ങളിലും ഭഗവാൻ ഏതേതെല്ലാം രൂപത്തിൽ, ഏതേതെല്ലാം ഭാവത്തിൽ ഭഗവാൻ ആ ദേവന്മാരെ അനുഗ്രഹിക്കുന്നത് നമ്മൾ കണ്ടു. ശക്തി ചോർന്നു പോയവർക്ക് ശക്തിയായിട്ട് ഭഗവാൻ വർത്തിക്കുന്നത് കണ്ടു അല്ലേ. ബാക്കി എല്ലാ ശക്തികളും നമ്മൾ സംഭരിച്ചു വെച്ചിരുന്നാലും ആ ഭഗവാന്റെ കാരുണ്യമാകുന്ന ഒരു ശക്തി ഇല്ല എങ്കിൽ നമ്മൾ സംഭരിച്ചു വെക്കുന്ന ശക്തികളൊക്കെയും നിഷ്പ്രഭമാണ്. ഇനി ഒരു ശക്തിയും ഇല്ലാതെ ഈ ദേവന്മാരെ അസുരന്മാരെയും പോലെ പാലാഴി മഥന സമയത്ത് അവർ തളർന്നു പോയാലും ഭഗവാൻ ശക്തി രൂപത്തിൽ അവരോടൊക്കെ ഒപ്പം നിന്നപ്പോൾ അശക്തരായിരുന്നവരും ശക്തരായി തീരുന്നതും നമ്മൾ കണ്ടിരുന്നു. ഇനിയും അതിൻ്റെ തുടർച്ചയാണ്. ഈ ഒരു ദശകത്തിലാണ് അമൃത് കിട്ടുന്നത്. പാലാഴി മഥനമായിരുന്നു നമ്മൾ കണ്ടതെങ്കിൽ ആ മഥനത്തിൻ്റെ, പാലാഴി മഥനത്തിൻ്റെ ഫലം അല്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് അമൃതമാണ്. അത് ലഭിക്കുന്ന ഒപ്പം അതിനോടൊപ്പം തന്നെ ലക്ഷ്മി സ്വയംവരവും നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഈ ദശകം കല്യതമാണ് ട്യൂണ്. നമ്മൾ 4ാമത്തെ ദശകത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അമൃതോൽപത്തി വർണ്ണനം. ശ്ലോകം 1. ഗരളം തരളാനലം പുരസ്താജലധേരുദ്വിജകാളകാളകൂടം അമരസ്തുതിവാദമോദനിഘ്നോ ഗിരിശസ്തന്നിപപൗ ഭവത്പ്രിയാർത്ഥം. ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഗരളം തരളാനലം. ആ അമൃതമഥനം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തരളാനലം, അനലം എന്ന് പറഞ്ഞാൽ അഗ്നി, തരളാനലം ഇങ്ങനെ ഇളകിയാടിക്കൊണ്ടിരിക്കുന്ന അഗ്നിജ്വാലകളോട് കൂടിയ പുരസ്താജലധേരുദ്വിജകാള, പുരസ്താത ജലധേഹ ഉദ്വിജകാള, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് പുരസ്താജലധേരുദ്വിജകാള. പുരസ്താത് എന്ന് പറഞ്ഞാൽ ആദ്യം. അപ്പോൾ അങ്ങനെ അമൃതം ലഭിക്കുന്നതിനായി പാലാഴി മഥനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ജലധേ, ആ പാലാഴിയിൽ നിന്നും, സമുദ്രത്തിൽ നിന്നും ഉദ്വിജകാള, പുറത്തേക്ക് വന്നത് കാളകൂടം. കാളകൂടം എന്ന കൊടും വിഷമായിരുന്നു. ആ വിഷത്തിൻ്റെ ഒരു വിശേഷണമാണ് പറഞ്ഞത് തരളാനലം. എങ്ങനെ ആ വിഷത്തിൻ്റെ ആ ഒരു കാഠിന്യം, ആ ഒരു ഘോരഭാവമാണ് അവിടെ കാണിക്കുന്നത്. എന്താ, ഇളകിക്കൊണ്ടിരിക്കുന്ന അഗ്നിജ്വാലകളോടുകൂടിയായിരുന്നു ആ വിഷം പുറത്തേക്ക് വന്നത്. അങ്ങനെ പുറത്തേക്ക് വന്ന ആ വിഷത്തെ ഇവിടെ പറയുകയാണ്, അമരസ്തുതിവാദമോദനിഘ്നോ ഗിരിശസ്തന്നിപപൗ ഭവത്പ്രിയാർത്ഥം. അമരസ്തുതി, അമരന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാർ. അമരസ്തുതി വാദമോദനിഘ്നഃ,
ദേവന്മാരുടെ സ്തുതിവചനങ്ങൾ കേട്ട് സ്തുതിവാദമോദനിഘ്ന, മോദ എന്നാൽ സന്തുഷ്ടനായിട്ട് സംപ്രീതനായിട്ട് എന്തു ചെയ്തു? ഗിരിശസ്തന്നിപപൗ, ഗിരിശഃ തത് നിപപൗ. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഗിരിശസ്തന്നിപപൗ. ഗിരിശഃ ആ സാക്ഷാൽ പരമശിവൻ, തത് അത്, നിപപൗ പാനം ചെയ്തു. എന്തിനു വേണ്ടി? ഭവത്പ്രിയാർത്ഥം, ഭഗവാനെ അങ്ങയുടെ പ്രീതിക്കായിക്കൊണ്ടാണ് ആ പരമശിവൻ അത് പാനം ചെയ്തത്. ഇവിടെ ആദ്യം നമുക്കറിയാം, അല്ലെങ്കിൽ തന്നെ എന്തൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും അതിനൊക്കെ ഒരു അനുകൂല ഭാവത്തേക്കാൾ ആദ്യം ഉണ്ടാവുക അധികവും എതിർപ്പുകളായിരിക്കും. പ്രത്യേകിച്ചും അതൊരു സൽക്കർമ്മമാണെങ്കിൽ എതിർപ്പുകളുടെ ഒരു ഇത് കൂടുതലായിരിക്കും. നമ്മൾ നിത്യവും കാണുന്നത് തന്നെയാണ്. നമ്മൾ ഇതേപോലെയുള്ള ആത്മീയമായ കാര്യങ്ങളിലേക്ക് വന്നാൽ ആദ്യം ഇപ്പോഴേ എന്തിനാണ്, അത് നമുക്ക് വയസ്സായിട്ട് പോരെ തുടങ്ങി ആദ്യം വരിക എതിർപ്പായിരിക്കും. ആദ്യമേ ആരും തന്നെ നീ ചെയ്യുന്നത് നല്ല കാര്യമാണ്, ശരി പൊയ്ക്കോളൂ തുടർന്നോളൂ എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മുടെ സമൂഹത്തിനില്ല. കാരണം ഒന്ന്, അവർക്കതിൻ്റെ രുചി അറിയില്ല. പിന്നെ രുചി അറിയാൻ അവർക്കായി കൽപ്പിച്ചു വച്ചിരിക്കുന്ന കാലം എന്ന് പറയുന്നത് വയസ്സാകുമ്പോൾ ആകട്ടെ എന്നുള്ളതാണ്. അപ്പോൾ എന്തൊരു സൽക്കർമ്മം ചെയ്യാൻ ഇറങ്ങിയാലും ആദ്യം വരിക എതിർപ്പുകളായിരിക്കും, പ്രതിബന്ധങ്ങളായിരിക്കും, ഇതുപോലെയുള്ള നെഗറ്റീവ് റിസൾട്ട്സ് ആയിരിക്കും ആദ്യം വരിക. ഇവിടെ സാക്ഷാൽ ആ അമൃതമഥനം ആര്? ഭഗവാൻ തന്നെ തൻ്റെ കൈകൾ കൊണ്ട് ചെയ്യുന്നു. അസുരന്മാർക്കും ദേവന്മാർക്കും ശക്തിയായി വർത്തിച്ചുകൊണ്ട് ചെയ്യുന്നു. അവിടെയും ആദ്യം പൊങ്ങി വന്നത് സാക്ഷാൽ കാളകൂട വിഷം. അതും എങ്ങനെ ഇളകിയാടുന്ന അഗ്നിജ്വാലകൾ അതിൽ നിന്നങ്ങനെ പറക്കുകയാണ്. അങ്ങനെയുള്ള അത്ര ഘോരമായിട്ടുള്ള ഉഗ്രമായിട്ടുള്ള വിഷമാണ് ആദ്യം വന്നത്. അത് വന്ന സമയത്ത് ദേവന്മാരാകെ ഭയന്നുപോയി. ഇനി എന്ത് ചെയ്യും? ഇത് ലോകത്തെ ആകെ നശിപ്പിക്കും. ഇതൊരു തുള്ളി പോലും എങ്ങും വീഴാൻ പാടില്ല. എന്താ ചെയ്യുക? അവർക്ക് മറ്റൊരു രക്ഷയുമില്ല. ഇവിടെ ഭഗവാൻ അവരെ ഈ അമൃതമഥനത്തിനായിട്ട് സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ നേരെ പരമശിവനെ സ്തുതിച്ചു. നന്നായി സ്തുതിച്ചിട്ട് എന്താ അപേക്ഷിച്ചത്? ഈ ലോകത്തിന് നാശമായി ഭവിക്കാവുന്ന ഈ വിഷത്തെ അങ്ങ് ഇല്ലാതെയാക്കിയാലും. പക്ഷെ ആ വിഷം എങ്ങനെയാണ് ഇല്ലാതെയാക്കുക? അപ്പോൾ കരുതി അത് ഭൂമിയിൽ പതിക്കാതെ ഈ ഭൂമിയിലെ ഒരു ചരാചരങ്ങൾക്കും ദോഷം വരുത്താതെ താൻ തന്നെ പാനം ചെയ്യാമെന്ന് തീരുമാനിച്ചു. ആ തീരുമാനം അപ്പോൾ തന്നെ പാർവതീദേവിയോട് പറഞ്ഞു. പാർവതീദേവി എതിർത്തില്ല. കാരണം പാർവതീദേവിക്കറിയാം ആ വിഷത്തിനും കൊല്ലുവാൻ അല്ലെങ്കിൽ ഇല്ലാതെയാക്കുവാൻ കഴിയുന്നതല്ല സാക്ഷാൽ പരമശിവത്തെ, ആ ഉത്തമമായ ശിവത്തെ, മംഗളത്തെ എന്നുള്ളത് കൊണ്ട് പാർവതീദേവിയും എതിർത്തില്ല. അങ്ങനെ ആ ശിവഭഗവാൻ ആ കാളകൂട വിഷത്തെ പാനം ചെയ്തു. ആ ശിവഭഗവാൻ ആ കാളകൂട വിഷത്തെ പാനം ചെയ്യുന്നത് ഇവിടെ പറയുകയാണ് ഭവത്പ്രിയാർത്ഥം, ഭഗവാനെ അങ്ങയുടെ പ്രിയത്തിനായിക്കൊണ്ടാണ്. പൊതുവേ പരമശിവനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, പരമശിവൻ എപ്പോഴും നാരായണ ജപിച്ചുകൊണ്ട്, ഹരേ രാമ ജപിച്ചുകൊണ്ടാണ് അത്ര ഇരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ഭക്തനാണ് ഈ പരമശിവൻ എന്ന് പറയുന്നത്. ഉത്തമ ഭക്തനാണ്. പാർവതീദേവിക്കും അതുകൊണ്ട് നമുക്കറിയാം പത്മനാഭ സഹോദരിയാണ് അമ്മ ജഗദംബിക. അതുകൊണ്ട് നല്ല വിശ്വാസമുണ്ട് ഭഗവാനിൽ. ഒരാപത്തും തൻ്റെ പതിക്ക് വരില്ല എന്നും തന്നിൽ പാതിയെ സംരക്ഷിക്കുവാൻ കെൽപ്പുള്ളവനാണ് ആ ഭഗവാനെന്നും പാർവതീദേവിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ അത് ആ കാളകൂട വിഷത്തെ പരമശിവൻ പാനം ചെയ്യുന്നു. അത് കണ്ട് ദേവന്മാരൊക്കെ ശിവഭഗവാനെ നന്നായി സ്തുതിക്കുകയാണ്. കാരണം ഒരു പക്ഷേ ശിവഭഗവാൻ അതിന് തയ്യാറായില്ലായിരുന്നുവെങ്കിൽ ഈ വിശ്വത്തെ തന്നെ നശിപ്പിക്കുവാൻ കെൽപ്പുള്ളത്ര ഘോരമായ വിഷമായിരുന്നു പൊങ്ങി വന്നത്. അതുകൊണ്ട്
തന്നെയല്ല, തങ്ങൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ അമൃത മഥനം തുടങ്ങിയത്, ഈ പാലാഴി മഥനം തുടങ്ങിയത്, അത് വഴിയിൽ വെച്ച് ഉപേക്ഷിക്കേണ്ടിയും വന്നേനെ. ഇത് അതിനൊന്നും ഒരു മുടക്കവും വരുത്താതെ ഉത്തമ മംഗളസ്വരൂപിയായിട്ടുള്ള പരമശിവനായിട്ടുള്ള ഭഗവാൻ, ആ ഗിരീശൻ അത് എടുത്തു പാനം ചെയ്തു. അത് കണ്ട ആ ദേവന്മാർക്ക് അത്യധികം സന്തോഷമായി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഗരളം തരളാനലം പുരസ്താജലധേരുദ്വിജഗാളകാളകൂടം അമരസ്തുതിവാദമോദനിഘ്നോ ഗിരിശസ്തന്നിപപൗ ഭവത്പ്രിയാർത്ഥം. ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഓം ഹ്രീം നമഃ ശിവായ. 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 ആ ശ്ലോകത്തിനോടൊപ്പം ഹര നമഃ പാർവതീപതയേ നമഃ എന്നും ഹര നമഃ പാർവതീപതയേ നമഃ ഹര ഹര മഹാദേവ എന്നും, അതേപോലെ ഓം ഹ്രീം നമഃ ശിവായ എന്ന് 11 ഉരുവും ജപിക്കണമെന്ന് എൻ്റെ ഗുരു പറയാറുണ്ട്. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തരളാനലം, തരള അനലമാണ്, ഇത് ശ്രദ്ധിക്കുക. പിന്നെ പുരസ്താജലധേരുദ്വിജഗാളകാളകൂടം, അവിടെ പുരസ്താജലധേരുദ്വിജഗാള, അവിടം വരെയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അവിടെ ഇനി അത്രയും ചേർത്ത് വായിക്കാൻ പറ്റാത്തവർക്കായിട്ട് പറയട്ടെ, തുടക്കക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ട് പുരസ്താത് എന്നവിടെ എടുത്തുകൊണ്ട് മുകളിലെടുത്തിട്ട് ജലധേരുദ്വിജഗാള എന്ന് താഴെ എടുക്കാവുന്നതാണ്. അപ്പോൾ താഴെ കൂട്ടക്ഷരമല്ല, ചേർത്താണ് വായിക്കുന്നതെങ്കിൽ ജ കൂട്ടക്ഷരമായിരിക്കും. അപ്പോൾ ജ കട്ടിയിൽ വായിക്കണം. പിന്നെ ജലധേരുദ്വിജഗാള, ജലധേഹെ ഉദ്വിജഗാളയാണ് ഉയർന്നു പൊങ്ങി വന്നത്, പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് രായ്ക്ക് ഉകാരം ശ്രദ്ധിച്ചു വായിക്കുക. പിന്നെ അടുത്തത് അമരസ്തുതിവാദ മോദനിഘ്നോ, അതത്രയും ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ ഗിരിശസ്തന്നിപപൗ, നിപപൗ അത് ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ്. വിമഥൽസു സുരാസുരേഷു ജാതാ സുരഭിസ്താം ഋഷിഷുന്യഥാസ്ത്രിധാമൻ ഹയരത്നമഭൂദധേഭരത്നം ദ്യുതരുശ്ചാപ്സരസസുരേഷു താനി. ഇനിയും അങ്ങോട്ടുള്ള ശ്ലോകങ്ങളിലായിട്ട് ആ പാലാഴി മഥന സമയത്ത് ആ സമുദ്രത്തിൽ നിന്നും പൊങ്ങി വന്നതായിട്ടുള്ള കാമധേനു, അതേപോലെ ഐരാവതം, കൽപ്പകവൃക്ഷം, അതേപോലെ തന്നെ ഉച്ചൈശ്രവസ് എന്ന് പറയുന്ന കുതിര, അപ്സരസുകൾ, ഇങ്ങനെയുള്ള ആ ഒരു പാലാഴി മഥനത്തിൻ്റെ പരിണത ഫലങ്ങളായി വന്ന ഓരോന്നും ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണത് ഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയത് എന്നാണ് പറയുന്നത്. അവരവരുടെ ഗുണങ്ങൾക്കനുസരിച്ചാണ് ഭഗവാൻ അത് നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. വിമഥത്സു പറഞ്ഞാൽ നല്ലവണ്ണം വിശേഷണ മഥനം ചെയ്തപ്പോൾ, നല്ലതുവണ്ണം മഥനം ചെയ്തപ്പോൾ സുരാസുരേഷു ജാത,
ആര്? സുരന്മാരും അസുരന്മാരും കൂടി നന്നായി മഥനം ചെയ്തപ്പോൾ ജാത ഉണ്ടായി. എന്ത്? സുരഭിസ്താം ഋഷിഷു ന്യഥാസ്ത്രിധാമൻ. സുരഭിസ്താം ഋഷിഷു, സുരഭിഹി താം ഋഷിഷു, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് സുരഭിസ്താം ഋഷിഷു. സുരഭി, സുരഭി എന്ന് പറയുന്ന പശു അഥവാ കാമധേനു എന്ന് നമ്മൾ അറിയപ്പെടുന്ന പശു, താം അതിനെ, ഋഷിഷു ഋഷികൾക്കായിട്ട്, ന്യഥാസ്ത്രിധാമൻ ന്യഥ സമർപ്പിച്ചു, ത്രിധാമൻ എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങളും തൻ്റെ തന്നെ ഇരിപ്പിടമായിട്ടുള്ള ധാമമായിട്ടുള്ള ഭഗവാനെ, ആ ഭഗവാൻ അവിടുന്ന് ആ പാലാഴി മഥന സമയത്ത് ഉയർന്നു വന്നതായിട്ടുള്ള കാമധേനുവിനെ ഋഷികൾക്കായിക്കൊണ്ട് സമർപ്പിച്ചുവല്ലോ. അതിനുശേഷം ഉയർന്നു വന്നത് ഹയരത്നമഭൂതധേഭരത്നം. ഹയരത്നം അഭൂത ഇഭരത്നം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഹയരത്നം അഭൂതധേഭരത്നം. ഹയരത്നം എന്ന് പറഞ്ഞാൽ, ഹയം എന്നാൽ കുതിര. ആ കുതിരകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, കുതിരകളിൽ രത്നമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കുതിരകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇഭരത്നം. ഇഭ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ കുതിരകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഉച്ചൈശ്രവസ എന്ന് പറയുന്ന കുതിരയെക്കുറിച്ചിട്ടാണ്. പിന്നെ അടുത്തതോ ഇഭരത്നം. ഇഭ എന്ന് പറഞ്ഞാൽ ആനയാണ്. അപ്പോൾ ആനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അത് ഐരാവതം. പിന്നെയോ എന്നിട്ട് പറയാം ദ്യുതരുശ്ചാപ്സരസസുരേഷു താനേ. കഴിഞ്ഞില്ല. അപ്പോൾ ആദ്യം കാമധേനു പൊങ്ങി വന്നു, അതിനുശേഷം ഉച്ചൈശ്രവസ് പൊങ്ങി വന്നു, അതിനുശേഷം ഐരാവതം പൊങ്ങി വന്നു, അതിനുശേഷം ദ്യുതരുശ്ചാപ്സരസസുരേഷു താനേ. ദ്യുതരുഹു ച അപ്സരസഃ സുരേഷു, ഇങ്ങനെ 4 വാക്കുകൾ അതിൽ വരുന്നുണ്ട്. ദ്യുതരു, തരു എന്ന് പറഞ്ഞാൽ വൃക്ഷം. ദ്യുതരു കൽപ്പവൃക്ഷം. അതിനുശേഷം പൊങ്ങി വന്നത് കൽപ്പവൃക്ഷമാണ്. അതും ച, അതും അപ്സരസഃ അപ്സര സ്ത്രീകളും, സുരേഷു ദേവന്മാർക്കായിക്കൊണ്ട്, താനേ അവർക്കായിക്കൊണ്ട് സമർപ്പിച്ചു, അവർക്കായി നൽകി. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് ദേവന്മാർക്ക് നൽകി എന്ന് ചോദിച്ചാൽ അവരുടെ ഗുണങ്ങൾക്കനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നത് അസുരന്മാർക്ക് എന്തു കൊടുത്തു എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഭഗവാൻ ഇവിടെ യാതൊരു വേർകൃത്യവും കാണിച്ചിട്ടില്ല. ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത് അവരവരുടെ വാസനകൾക്കും ഗുണങ്ങൾക്കും അനുസരിച്ച് അവരവർക്ക് വേണ്ടുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാവും. ഇവിടെ ഋഷിമാർക്ക് ആ കാമധേനുവിനെ കൊടുത്തത് അവർക്ക് നിത്യവും പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതിന് പാലും തൈരും വെണ്ണയും നെയ്യും ഒക്കെ വേണ്ടിയിരിക്കുന്നു. ഭഗവാന് തന്നെ സമർപ്പിക്കുവാനുള്ളതാണ്. അതുകൊണ്ട് വിശേഷപ്പെട്ട കാമധേനുവിനെ ഋഷിമാർക്കായിക്കൊണ്ട് നൽകി. അതിനുശേഷം ഉയർന്നു വന്നതായിട്ടുള്ള ഹയരത്നം, ആ ഉച്ചൈശ്രവസിനെ, അതിനുശേഷം ഐരാവതം, പിന്നെ അതിനുശേഷം പൊങ്ങി വന്ന ദ്യുതരു കൽപ്പവൃക്ഷം, അത് കഴിഞ്ഞിട്ട് അപ്സരസ്സുകൾ, ഇവയൊക്കെയും ദേവന്മാർക്കായിക്കൊണ്ട് ഭഗവാൻ നൽകി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. വിമഥൽസു സുരാസുരേഷു ജാതാ സുരഭിസ്താം ഋഷിഷുന്യഥാസ്ത്രിധാമൻ ഹയരത്നമഭൂതധേഭരത്നം ദ്യുതരുശ്ചാപ്സരസസുരേഷു താനീ. ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, സുരഭിസ്താം ഋഷിഷു, സുരഭിഹി താം ഋഷിഷു ആണ്. അവിടെ ശ്രദ്ധിച്ചു വായിക്കുക. സുരഭിസ്താം ഋഷിഷു. അതുപോലെ ന്യഥാസ്ത്രിധാമൻ,
അവിടെ വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും, പ്രത്യേകിച്ചും തുടക്കക്കാർക്ക്. ന്യഥാസ്ത്രിധാമൻ, താ ഥാ ഒക്കെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ട്. തെറ്റുകൂടാതെ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് ഹയരത്നം അഭൂതധേ ഭരത്നം. ഹയരത്നം അഭൂത അഥ ഇഭരത്നമാണ്. പദം പിരിക്കണ്ട, വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഹയരത്നം അഭൂത്, ഇവിടെ മായ്ക്ക് അകാരം കൊടുക്കുക. അഭൂതധേ ഭരത്നം, അഭൂതധേ, അപ്പോൾ ദായ്ക്കും അകാരം കൊടുക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇഭരത്നം എന്നുള്ളതിൻ്റെ അധേ ഭരത്നം. പിന്നെ അടുത്ത ദ്യുതരുശ്ച അപ്സരസ സുരേഷു. ദ്യുതരുശ്ച അപ്സരസ സുരേഷു, അവിടെ കൂട്ടക്ഷരമുണ്ട് സുരേഷു എന്ന് പറയുന്നിടത്ത് അവിടെ സാ കട്ടിയിൽ വായിക്കാൻ ശ്രമിക്കുക. ഇത് ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ അപ്സര സ്ത്രീകളെയൊക്കെ ദേവന്മാർക്ക് നൽകിയെന്ന് പറയുമ്പോൾ ആ ദേവസഭാതലത്തിൽ ഇതുപോലെയുള്ള ദേവസ്ത്രീകളുടെ നർത്തനത്തിൽ മതിമയങ്ങിയിരിക്കുന്നവരാണ് ദേവന്മാർ. അപ്പോൾ അവരുടെ വാസനകൾക്കനുസരിച്ചാണ് ഭഗവാൻ അവർക്കത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഉച്ചൈശ്രവസ്സും ഐരാവതവും കൽപ്പവൃക്ഷവും ഒക്കെ സത്യത്തിൽ പാലാഴി മഥനത്തിന് മുൻപ് തന്നെ ഉള്ളവയാണ്. അപ്പോൾ ഈ അമൃതമഥന സമയത്ത് അവയൊക്കെ ഉത്ഭവിച്ചു എന്ന് പറയുമ്പോൾ അതിനു മുൻപേ ഉണ്ടായിരുന്ന ഇവർക്ക് ഇവരുടെ എല്ലാ ഐശ്വര്യവും കെട്ടുപോകട്ടെ എന്നുള്ള മഹർഷിയുടെ ശാപം നിമിത്തം എല്ലാം നഷ്ടമായതാണ് എന്നേ കരുതാനാവൂ. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടായി വന്ന് അവർക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ അവരുടെ തന്നെ സമ്പത്ത് അവരിൽ നിന്നും ശാപം മൂലം നഷ്ടപ്പെട്ടത് ഭഗവാൻ അവരെ തിരിച്ചേൽപ്പിക്കുക മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം. നമുക്കത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.